അമേരിക്കയിൽ നിന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം ഇളയ മകൾക്കും അനുജത്തിക്കുമൊപ്പം ദിവ്യ ഉണ്ണി നാട്ടിലെത്തിയിട്ടുണ്ട്. ബാലതാരമായിട്ടാണ് ദിവ്യ ഉണ്ണി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. മലയാള സിനിമയിലെ മുൻനിര താരങ്ങളോടൊപ്പമെല്ലാം ദിവ്യ ഉണ്ണി അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 50ഓളം ചിത്രങ്ങളിൽ ദിവ്യ ഉണ്ണി അഭിനയിച്ചിട്ടുണ്ട്. 1990ലും 91ലും കേരള സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ കലാതിലകമായിരുന്നു. ഒരു നർത്തകി എന്ന നിലയിലും അവർ ജനശ്രദ്ധ നേടി. ഹൂസ്റ്റണിലുള്ള ശ്രീപാദം സ്കൂൾ ഓഫ് ആർട്സ് എന്ന സ്ഥാപനത്തിൻ്റെ മുഖ്യ സാരഥിയാണിപ്പോൾ. അമേരിക്കൻ ജാലകം എന്ന ടെലിവിഷൻ പരിപാടിയിലും അവതാരികയായിരുന്നു. കലാഭവൻ മണിയുടെ നായികയാകാൻ ദിവ്യ ഉണ്ണി വിസമ്മതിച്ചു എന്ന ഒരു ആരോപണമുണ്ടായിരുന്നു. അതിന് താരം മറുപടി പറഞ്ഞതിങ്ങനെയാണ്: "കുറെ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഇതിന് ഉത്തരം പറഞ്ഞതാണ്. എനിക്കും അദ്ദേഹത്തിനും അറിയാം എന്താണെന്ന്. ആളുകൾ പറയുന്നത് പറയട്ടെ, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട. ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാൻ ഇല്ല. കമന്റുകൾ നോക്കി വേദനിക്കുന്ന ആളല്ല ഞാനെന്നും ദിവ്യ ഉണ്ണി പറഞ്ഞു. സിനിമയിലേക്ക് തിരിച്ചു വരുമെന്നും സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ട്, സമയമാകുമ്പോൾ എത്തുമെന്നുമാണ് ദിവ്യ ഉണ്ണി പറയുന്നത്. നടിയായി നിറഞ്ഞുനിന്ന ദിവ്യ ഉണ്ണി വിവാഹശേഷം അമേരിക്കയിലേക്ക് പോയി. ദിവ്യ ഇന്ന് 3 കുട്ടികളുടെ അമ്മയാണ്. വിശേഷങ്ങൾ പങ്കിടുന്നതിൻ്റെ കൂട്ടത്തിൽ താൻ ഗിന്നസ് റെക്കോർഡിന് ശ്രമിക്കുന്ന കാര്യത്തെക്കുറിച്ചും ദിവ്യ ഉണ്ണി പറഞ്ഞു.